May I come in, madam? ദേ വന്നിട്ടുണ്ട്. എന്താ ക്ലാസ് ക്ലീൻ ചെയ്യാൻ വന്നാണോ? ഞാൻ പഠിപ്പിക്കുന്നത് കാണുന്നില്ലേ? അതോ തനിക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? മാഡം, ഞാൻ പുതിയ സ്റ്റുഡന്റാ, അല്ലാതെ ക്ലീൻ ചെയ്യാൻ വന്നതല്ല. സൈലൻസ് പ്ലീസ്. ഈ ഡ്രസ് ക്ലീനേഴ്സിന്റേതാ. ഇത് ഇട്ടോണ്ടാണോ ക്ലാസ്സിൽ വരുന്നത്? ഫസ്റ്റ് ഇയറിന് യൂണിഫോം കമ്പൽസറിയാ. ദേ അവിടെ നിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയോട് ചോദിച്ചാൽ മതി. ഇതവരുടെ പരമ്പരാഗത ഡ്രസ്സാണ് ടീച്ചർ. ഈ ഡ്രസ് ഇട്ട് തന്നെ മോള് കോളേജിൽ പോണോന്നേ ചിലപ്പോ വല്ല നേർച്ചയും കാണും. ചിലപ്പോ തലമുറകളായി കൈമാറി വന്ന ഡ്രസ്സായിരിക്കും ടീച്ചർ. സൈലൻസ്. ആ ഡ്രസ് ഊരി മാറ്റൂ. ഏത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും കോളേജിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചേ പറ്റൂ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ചെന്ന് സീറ്റിലിരിക്ക്. കുട്ടി അവിടെ ഇരുന്നോട്ടോ. നിനക്ക് ചേരുന്നതേ ആ ഡ്രസ്സ് തന്നെയാ. രാവിലെ എച്ചൽ പാത്രം കഴുകാം, വൈകിട്ട് കോളേജിന്റെ ഫ്ലോർ കഴുകാം. പഠിക്കാനുള്ള പൈസ അതിന്നൊക്കെ ഉണ്ടാക്കാം അല്ലേ? നിന്നെ ഞാനിവിടെ പഠിപ്പിക്കില്ലടി അസത്തെ.
കുഞ്ഞോളെ സമാധാനപ്പെട്. 1 വർഷം കൊണ്ട് തീരുന്നല്ലോ അവളുടെ ക്ലാസ്. 5 വർഷമില്ലേ? 5 വർഷം അവൾക്ക് ഈശ്വരൻ ആയുസ് കൊടുത്തില്ലെങ്കിലോ? ആ കുഞ്ഞോളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ശിവദാസനെ ജയിലിലിട്ട് തീർക്കാൻ പഠിച്ച പണി 18 നോക്കി. തലനാരിഴക്കിയ ശിവദാസന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. എന്നിട്ട് എന്തായി? കിട്ടിയ ജീവൻ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ശിവദാസൻ തന്നെ സ്വയം അങ്ങ് മടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പൊ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാ. ഇത് തന്നെ ചിന്നുവിന്റെ കാര്യത്തിലും സംഭവിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുമോള് നീക്കി കഴിഞ്ഞു. ഈ പെൺപിള്ളാരുടെ മനസ്സിൽ ഈ പ്രായത്തിൽ പ്രേമം കയറി കൂടിയാലുണ്ടല്ലോ, അത് പറിച്ചു കളയുന്നതോടൊപ്പം ചങ്കും കുടിഞ്ഞു പോരും. പിന്നെ ഒരു തുണ്ട് കയറിൽ തൂങ്ങി ആടുന്നതാണ് എന്റെ ക്ലൈമാക്സ്. അതിനുള്ള തിരക്കഥയൊക്കെ കുഞ്ഞുങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി മഹിയും മന്ത്രിയുടെ മോളും തമ്മിലുള്ള കല്യാണ നിശ്ചയം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം. അതേ കുഞ്ഞോളെ, ആ ഫോൺ എടുത്ത് മന്ത്രിയെ ഒന്ന് വിളിക്കുക. അളിയനെത്തിന്ന് തോന്നുന്നു. അച്ഛാ, ഞാൻ അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. വാടാ. ചേട്ടനൊന്ന് നിന്നേ. എന്താ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ പുറത്തേക്കൊന്ന് പോയി. ആ പുറത്ത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ആ ചോദ്യം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് അവകാശപ്പെട്ട ചോദ്യം തന്നെയാണ്. പക്ഷേ ഞാനത് നിന്നോട് കൃത്യമായിട്ട് പറയണമെങ്കിൽ നീ എവിടെയാണ് പോകുന്നതെന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞ് ശീലിച്ചിരിക്കണം. അളിയ പിന്നെ സാഹിത്യം തുടങ്ങിയല്ലോ. ജഗ, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ നിനക്ക് മനസ്സിലായോ? അല്ല, ഈ ഭാഷയൊന്നും മനസ്സിലാവാത്തോട് ചോദിച്ചതാ. ഭദ്രമാമന് മനസ്സിലായില്ലേ? പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. എന്തു മനസ്സിലായി? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് മതി, അത് മതി. നിങ്ങൾ എന്തിനാ ആ ചിന്നുവിന് വേണ്ടി പ്രിൻസിപ്പലിനെ വിളിച്ചത്? നീ ഒരു പിടിയാനെ പോലെ തലയുയർത്തി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചോദിക്കാനാണെന്ന്. അളിയൻ കാണിച്ച ഒരു തരത്തിൽ ചെറ്റതരവാ, പറയാതിരിക്കാൻ വയ്യ. ഭദ്ര, ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടമനുസരിച്ചാ. പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത അളിയൻ എന്നെ ഉപദേശിക്കാൻ തക്ക വിധത്തിൽ വളരുമ്പോ ഞാനത് അറിയിക്കാം.